ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ സ്പീച്ച് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. താങ്ക് യു ലോഡ്. വിശ്വാസികളുടെ സമൂഹമേ, ഏവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം വീണ്ടെടുക്കുന്ന ക്രിസ്തു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, നിരാശകൾ, ദുഃഖങ്ങൾ, കടപ്പാരങ്ങൾ, വീട്ടിലത്തെ പ്രശ്നങ്ങൾ ഇവയൊക്കെ നമ്മെ പലപ്പോഴും അടിമത്തത്തിലാക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഏറ്റവും വലിയൊരു സത്യമാണ് വീണ്ടെടുക്കുന്ന ക്രിസ്തു. മനുഷ്യനെ, നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിന്റെ പുത്രനായി വന്ന യേശുക്രിസ്തുവിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. വീണ്ടെടുക്കുക മനുഷ്യന് ദൈവം നൽകി വലിയൊരു വരദാനമാണ്. പഴയ നിയമത്തിലെ സംഭവങ്ങളിൽ നിന്നും പുതിയ നിയമത്തിലെ സംഭവങ്ങൾ വരെയും വീണ്ടെടുപ്പിന്റെ അടയാളങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 അടയാളങ്ങളാണ് ബോവസ്, രൂത്ത്, എസ്തർ. ഇതൊരു ശക്തമായ അടയാളങ്ങളാണ്. അത് കഴിഞ്ഞ് പരിശുദ്ധ കന്യകമറിയ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. പക്ഷെ ഇവർ മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം തൊട്ട് ഇങ്ങോട്ട് നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പ്രവാചകന്മാർ യാക്കോബ്, യോസഫ്, ഡെബോറ, ദാനിയേൽ, ഇങ്ങനെ പലരും വീണ്ടെടുപ്പിന്റെ അനുഭവങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ കൂടെ രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. പക്ഷെ നമുക്കിപ്പോൾ എല്ലാവരും പറയാൻ സമയമില്ലാത്തത് നമ്മൾ ഇവരെ മാത്രം എടുക്കുകയാണ്. ഒന്നാമതായി ബോവസ്. വീണ്ടെടുപ്പിന്റെ പ്രതീകമായ ആളാണ് ബോവസ്. രൂത്തിന്റെ പുസ്തകത്തിൽ ബോവസിനെ വീണ്ടെടുക്കാനായി കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു അനാഥയായ, അനാഥ എന്ന് പറയാൻ പറ്റത്തില്ല, അമ്മയുണ്ട്, ഒരു വിധവയായ അന്യജാതിക്കാരിയായ രൂത്തിനെ ബോവസ് വീണ്ടെടുത്തു. അവൾക്കൊരു സ്ഥാനം നൽകി. കാല പെറുക്കാൻ വന്നവളെ വയലിന്റെ ഉടമസ്ഥയാക്കി. കാല പെറുക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ ഈ കൊയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ 1-2 ധാന്യങ്ങൾ അവിടെ ഇങ്ങനെ വെതറുകാർ വീഴത്തില്ല, അതിങ്ങനെ പറക്കുന്നത്, അത് ഇത്രയാണ്. അത് ഏറ്റവും ചെറിയ പണിയാണ്. അതിന് വന്ന ആ താണജാതിക്കാരി, അന്യജാതിക്കാരിയെ അവള് ബോവസ്, ആ വയലിന്റെ ബോവസ് എന്ന് പറഞ്ഞാൽ മഹാധനികൻ, ആ വയലിന്റെ ഉടമസ്ഥനാക്കി. നോക്കി എന്തോരം വലിയൊരു കൈക്കാ രൂത്തിന് കിട്ടിയേക്കുന്നത്. രണ്ടാമത്തെ രൂത്ത് ഒരു അന്യജാതിക്കാരി, ഭർത്താവിനെ ഭാവിയെ നഷ്ടപ്പെട്ടവളാണ്. അവിടെ മുന്നിൽ ഒന്നുമില്ല. പക്ഷെങ്കിൽ അവള് അവളുടെ അമ്മാവിയമ്മയായ നവോമിയുടെ ഇസ്രായേലിന്റെ ദൈവത്തിൽ അവൾ വിശ്വസിച്ചു. അതാണ് അവളുടെ വലിയ കാര്യം. അവൾ അന്യജാതിക്കാരിയായിട്ട് ആ നവോമിയുടെ ദൈവത്തിൽ അവൾ വിശ്വസിച്ചു. അങ്ങനെ അവൾ അമ്മയോടെ വേദനയ്ക്ക് വന്നു. രൂത്തിന്റെ പുസ്തകം 1:16 നമ്മൾ വായിക്കുന്നത്, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. ആ ഇസ്രായേലിന്റെ ദൈവത്തിൽ അവൾ വിശ്വസിച്ചുകൊണ്ട് രൂത്തിന്റെ വിനയം, വിശ്വസ്തത, സമർപ്പണം, അമ്മായിയമ്മയുടെ സ്നേഹം, കഠിനാധ്വാനം, ഇതുകൊണ്ട് ദൈവം അവളെ ബോവസിന്റെ വീണ്ടെടുപ്പിനും ദാവീദിന്റെ വംശത്തിനും ഒടുവിൽ യേശുക്രിസ്തുവിന്റെ വംശാവലിക്ക് ഒപ്പച്ചേർത്തു. ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വീണ്ടെടുപ്പ്. നമുക്ക് മാത്രമല്ല, യഹൂദന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും വീണ്ടെടുപ്പ് തയ്യാറാക്കി. മൂന്നാമതായി എസ്തർ, ഒരു അനാഥ ബാലിക, അടിമത്തത്തിൽ രാജ്യത്ത് ജീവിച്ചവളാണ്. പക്ഷെങ്കിൽ ദൈവം അവളെ രാജ്ഞിയായി ഉയർത്തി. ആ ഉയർത്തിയപ്പോൾ അവളുടെ ധൈര്യം കൊണ്ട് അവളെ യഹൂദ ജനത്തെ മുഴുവൻ രക്ഷിച്ചു. എസ്തേറിന്റെ പുസ്തകം 4:14 പറയുന്നുണ്ട്, ഞാൻ നശിക്കുന്നുവെന്ന് നശിക്കട്ടെ, എന്നെ കൊന്നു കളഞ്ഞാൽ ഞാൻ രാജാവിന്റെ മുമ്പിൽ പോകുന്ന ധൈര്യത്തോട് അവൾ പറഞ്ഞപ്പോൾ ആ യഹൂദ ജനത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. 4ാമത് പരിശുദ്ധ കന്യകമറിയ, വീണ്ടെടുപ്പിന്റെ വാതിലായ അമ്മ. പഴയ നിയമത്തിലെ പല അടയാളങ്ങളും പുതിയ നിയമത്തിൽ കന്യക മറിയാമിനാൽ പൂർത്തീകരിച്ചു. ബോവസ്, രൂത്ത്, എസ്തർ ഇവരൊക്കെ കാണുന്നതിലും നമ്മുടെ വീണ്ടെടുപ്പ് മുഴുവൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലാണ്. വെളിപാട് 3:20 പറയുന്നു, ഇതാ ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു. നമ്മുടെ വാതിൽ ഇവിടെ, ഇതാ ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വന്ന് ഈ വാതിൽ തുറന്നാൽ ഞാൻ അവനോടും, ഞാൻ അകത്ത് നിന്ന് ഞാൻ അവനോടും, അവൻ എന്നോടും കൂടെ അത്താഴം. പ്രിയരെ, നമുക്ക് ദുഃഖം വരാം, നിരാശ വരാം, സങ്കടം വരാം, നമ്മൾ ഭയപ്പെട വേണ്ട. ക്രിസ്തു എന്നെ വീണ്ടെടുക്കാനെന്നാണ് പറയുന്നത്. ക്രിസ്തു നമ്മുടെ ഓരോരുത്തരെയും വീണ്ടുവരാം. എന്റെ വീണ്ടെടുപ്പാന്ന് മാത്രം പറയുന്നത്, ക്രിസ്തു നമ്മുടെ ഓരോരുത്തരെയും വീണ്ടുവരാം. ഭക്തമറിയ വനിതാ സഹായത്തിന്റെ ഈ കൂട്ടായ്മയിൽ കർത്താവെ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനും പ്രവർത്തിപ്പാനും പ്രകാശിക്കാനും ഇടയാകണമെന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.